ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു മീൻ പൊട്ടിച്ച വ്ളോഗാണ് എടുക്കുന്നത്. ആദ്യം മീൻ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരച്ച മുളകും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അരച്ച മുളകാണ് എടുത്തിരിക്കുന്നത്. പൊടിമുളക് വേണ്ടവർക്ക് പൊടിമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കയ്യിൽ സുർക്കയാണ്. സുർക്ക മീൻസ് വിനാഗിരി. 2 കയ്യിൽ സുർക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 കയ്യിൽ സുർക്ക ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി മീനിലോട്ട് അങ്ങ് പുരട്ടി കൊടുക്കുക. അപ്പോൾ എന്തെല്ലാമാണ് ഉപ്പ്, സുർക്ക, മുളക്, ഇത് 3ഉം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീനിലോട്ടങ്ങ് പുരട്ടി കൊടുക്കുക. നന്നായിട്ട് പുരട്ടണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് പുരട്ടി കൊടുക്കാം. നാടൻ മീൻ പൊട്ടിച്ചത് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മുളക് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേറെ ഒരു പാൻ എടുത്തിട്ട് അല്ലെങ്കിൽ വേറൊരു ചമ്പ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല ഈ മീൻ കൂട്ടാൻ, അതെടുത്ത് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച ചട്ടിയിലോട്ട് ഇതിനെ നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല തേങ്ങാ ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മുടെ റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പത്തോട്ട് കയറ്റാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുളക് പുരട്ടി ആ ഒരു ചമ്പിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഷേക്ക് ചെയ്ത് കൊടുത്താൽ അത് നല്ലപോലെ കിട്ടും. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വന്നാൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. കയ്യിലിട്ട് ഇങ്ങനെ കിളയ്ക്കാതെ ഒരു ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ചെയ്തത്. നിങ്ങളും വീട്ടിൽ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും മറക്കല്ലേ. ബൈ.